അക്ഷരങ്ങളിൽ എന്റെ നാട് 6ാമത് ഊഴം വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി ലൈബ്രറി കൗൺസിലിന്റെ നേതൃത്വത്തിൽ റേഡിയോ മാറ്റുലിയുടെ സഹകരണത്തോടെ നാടിനെ അടയാളപ്പെടുത്തിയ കൃതികളെയും എഴുത്തുകാരെയും പരിചയപ്പെടുത്തുന്ന പരിപാടിയുടെ 6ാമത് ഊഴമാണിത്. എഴുത്തിനെ ജനകീയമാക്കിയ, വാക്കുകളിലൂടെ പുതുചരിത്രം രചിച്ച എഴുത്തുകാരും വായനയെ ജീവതാളമാക്കിയവരുമാണ് ഈ ഊഴത്തിൽ കൃതികളെ പരിചയപ്പെടുത്തുന്നത്. നിർവഹണം ഷാജൻ ജോസ്. നിർവഹണ സഹായം സുധീർ പി.കെ. പാർശ്വവൽക്കരിക്കപ്പെട്ടു പോകുന്നവർ ഭൂരഹിതരും തൊഴിൽ രഹിതരും എന്തിനേറെ സന്തോഷരഹിതരുമായി മാറുന്ന ഒരു കാലത്ത് ഇത്തരം തരംതിരിവുകൾ ഉറക്കം കെടുത്തിയ ഓരം പറ്റിപ്പോയവരുടെ ചരിത്രത്തെ ചർച്ചയാക്കുകയാണ് സി.കെ. ജാനുവെന്ന സോഷ്യൽ ആക്ടിവിസ്റ്റ്. എല്ലാ അർത്ഥത്തിലും തനിച്ചായി പോയവരുടെ പോരാട്ടങ്ങളുടെ ചോരപുരണ്ട അനുഭവങ്ങൾ പലരുടെയും ഉറക്കം കെടുത്തുന്നവയാണ്. ഊരും പേരുമില്ലാതായി പോകുന്നവർ, അധ്വാനത്തിനു വേണ്ടി മാത്രം മറ്റുള്ളവർ ഇവരെ ഉപയോഗപ്പെടുത്തുമ്പോൾ, അവരുടെ ജീവിത രീതികളിലേക്ക് ഇവരെ വലിച്ചടിപ്പിക്കുമ്പോൾ ഇത്തരക്കാർക്ക് നഷ്ടമാവുന്നത് സത്വബോധമാണ്. പാരമ്പര്യമായി കിട്ടിയ വിശ്വാസ ആചാരങ്ങളും ജീവിതക്രമങ്ങളുമൊക്കെ ഉപേക്ഷിക്കേണ്ടി വരുന്ന സാഹചര്യങ്ങളും സന്ദർഭങ്ങളും പ്രലോഭനങ്ങളുമായി എത്തുന്ന ചൂഷകരെ തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നിടത്ത് ഇവർക്ക് നഷ്ടമാവുന്നത് ഇവരെ തന്നെയാണ്. ശബ്ദമില്ലാതായി പോകുന്ന ഒരു വേള ഉയർന്ന ശബ്ദങ്ങൾക്ക് ചുറ്റുമുള്ളവരുടെ കാതുകളിലേക്ക് എത്താൻ കഴിയാതെ വരുമ്പോൾ, ഇത്തരക്കാരുടെ രോദനങ്ങൾ ബദിരകർണങ്ങളിൽ തട്ടിപ്പോകുമ്പോൾ ഇത്തരം ശബ്ദങ്ങളെ തന്റേതായി ഏറ്റെടുത്ത് പ്രവർത്തനങ്ങൾ നടത്തുന്നവരിൽ പ്രധാനിയാണ് സി.കെ. ജാനു. ആദിവാസി ഭൂമിക്ക് വേണ്ടിയുള്ള നിരവധി സമരങ്ങൾക്ക് നേതൃത്വം നൽകിയ ഈ തിരുനെല്ലിക്കാരി ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലിയിൽ ഇന്ത്യയിലെ ആദിവാസികളെ പ്രതിനിധാനം ചെയ്ത് പങ്കെടുത്തിട്ടുണ്ട്. ബാലിശമായ മുടന്തൻ ന്യായങ്ങൾ നിരത്തി ആദിമ വിഭാഗത്തിന് ലഭിക്കേണ്ട പല ആനുകൂല്യങ്ങളും വൈകിപ്പിക്കുന്നതിനെയോ നിർത്തലാക്കുന്നതിനെയോ നിശിതമായി വിമർശിക്കുന്ന ഈ വയനാടൻ ഗോത്രജീവിതത്തിന്റെ ചൂരും ചൂടും ഉൾക്കൊണ്ട ആക്ടിവിസ്റ്റിന്റെ ആത്മകഥാപരമായ കൃതിയിലൂടെയാണ് ഇന്നത്തെ യാത്ര. ഈ കൃതിയെ പരിചയപ്പെടുത്തുന്നത് ഗോത്രജീവിതത്തിന്റെ എല്ലാ കെട്ടുപാടുകളിൽ നിന്നും പ്രതികൂലമായുള്ള സാഹചര്യങ്ങളിൽ നിന്നും തളർന്നു വീഴാതെ ഉയർന്ന വിദ്യാഭ്യാസം നേടി മാതൃകയായി മാറിയ മണിക്കുട്ടൻ പണിയനാണ്. തന്റെ പേരിനൊപ്പം ഗോത്രപ്പേരുകൂടി ചേർത്തുവെച്ച് അഭിമാനത്തോടെ പറയുന്ന ഈ MBA-കാരൻ വേറിട്ട അനുഭവങ്ങളുടെ സാക്ഷ്യമാണ്. പായോട് കാവണക്കുന്ന് കോളനിക്കാരനായ ഇദ്ദേഹം നിലവിൽ ഫീൽഡ് റിസർച്ച് അസിസ്റ്റന്റായി ജോലി ചെയ്യുന്നു. താൻ പ്രതിനിധാനം ചെയ്യുന്ന സമൂഹത്തിന്റെ പ്രശ്നങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്ന ഈ കൃതിയെ വിശദമായി കണ്ടെടുത്ത് അവതരിപ്പിച്ച മണിക്കുട്ടനൊപ്പം നമുക്കും ഒരു യാത്രയാവാം. കേട്ടെടുക്കേണ്ട അനുഭവങ്ങൾ തേടിയുള്ള യാത്ര. ഇഞ്ചു നാണൂടെ പരിചയപ്പെടുത്തുന്ന പുസ്തക അടിമമക്ക എഞ്ച സി.കെ. ജാൻ ചേച്ചിന പുസ്തകാഞ്ചു. ഇവേ ഒരു ആദിവാസി വനിതണ ആത്മകഥ കൂടിയാഞ്ചു എഞ്ചു ഒക്കും അറിയല. ഇഞ്ചു ഈ പുസ്തക വായനക്കാർക്ക് മുന്നിൽ തുറന്നു വയ്ക്കും ഒരു വ്യക്തിന ജീവിത പോരാട്ടത്തിന മാത്ര കഥയല്ല, ഒരു പൂർണ്ണ സമൂഹത്തിന നൂറ്റാണ്ടുകളായി നീണ്ടു നിൽക്കിഞ്ച അടിമത്തത്തിനയും ഇരുട്ടു നിറഞ്ഞ ചരിത്രത്തിനയും പ്രതിരോധ പോരാട്ടത്തിനയും കഥയാഞ്ചു. പ്രിയരെ, ഇന്ത്യൻ ഭരണഘടന പല അവകാശങ്ങളും ഉറപ്പുവരുത്തുന്നുവെങ്കിലും അതിൻ്റെ പ്രായോഗികത ആദിവാസി സമൂഹങ്ങളിൽ എത്രത്തോളം ഉണ്ട് എന്ന ചോദ്യത്തിന് ഉത്തരം തേടുകയാണ് ഈ കൃതി. ജാതി വ്യവസ്ഥയും സാമൂഹിക പശ്ചാത്തലവും കാരണം നാട്ടിൻപുറങ്ങളിലെയും വനഭൂമികളിലെയും ആദിവാസികൾ ദുരിതത്തിലായി തീർന്നുവെന്ന യാഥാർത്ഥ്യം വെളിപ്പെടുത്തുകയാണ് ഈ പുസ്തകത്തിന്റെ ആമുഖം. സി.കെ. ജാനുവിന്റെ ജീവിതാനുഭവങ്ങൾ പ്രകാശിപ്പിക്കുന്നതിൽ അതിവിശിഷ്ടമായ ഒരു സത്യസന്ധതയും ശക്തിയുമുണ്ട്. ബാല്യത്തിൽ നിന്ന് തുടങ്ങുന്ന ഈ പുസ്തകത്തിൽ വിദ്യാഭ്യാസം ലഭിക്കാത്തതിന്റെ സങ്കടം, പട്ടിണിയും ഒറ്റപ്പെട്ട ജീവിതവുമെല്ലാം പങ്കുവച്ചിട്ടുണ്ട്. പിന്നീട് സാമൂഹിക അവബോധം കിട്ടുമ്പോൾ താൻ എങ്ങനെ മുന്നോട്ട് വന്നു, തന്റെ ജനതയ്ക്കായി പ്രക്ഷോഭങ്ങൾ നയിക്കുമ്പോൾ എത്രയോ സമ്മർദ്ദങ്ങൾ നേരിട്ടുവെന്നത് ഈ കൃതിയിൽ കൃത്യതയോടെയും ധൈര്യത്തോടെയും പ്രതിപാദിക്കുന്നു. ആദിവാസികൾക്ക് സ്വന്തം ഭൂമി ഇല്ലാത്തതിൻ്റെ വേദനയും തദ്ദേശീയ ചരിത്രം പതിച്ച നാട്ടുനിറങ്ങൾ ഇല്ലാതാക്കപ്പെട്ടതിൻ്റെ ദുഃഖവും ഈ കൃതിയിൽ ശക്തമായി പ്രതിഫലിക്കുന്നു. ഭൂമിയില്ലാതെ ആരാണ് ജീവിക്കുന്നത് എന്ന ജാനുചേച്ചുവിൻ്റെ ചോദ്യം ഇന്ത്യൻ സമൂഹത്തോട് തന്നെ ഉയർത്തുന്ന ഒരു വെല്ലുവിളിയാണെന്നും ഇതിൻ്റെ ആമുഖം നമുക്ക് മനസ്സിലാക്കി തരുന്നു. അടിമമക്ക എന്നത് ഒരാളുടെ കഷ്ടപ്പെടലിൻ്റെ കഥയല്ല, അത് ഒരു സമൂഹത്തിൻ്റെ ജാഗ്രതയുടെ വിളിയുമാണ്. കാട് കേന്ദ്രീകരിച്ച ആത്മീയതയും സംസ്കാരവും മൂടി നിർത്തപ്പെട്ടുവെന്ന തിരിച്ചറിവാണ് ഈ കൃതിയിലൂടെ പുറത്തു വരുന്നത്. അതിനാൽ ഈ പുസ്തകം വായനക്കാരന് ഒറ്റപ്പെട്ട ഒരു ചരിത്രം പഠിക്കാനല്ല, മറിച്ച് ഇന്നും നിലനിൽക്കുന്ന സാമൂഹിക വിവേചനങ്ങളെ നേരിട്ട് കാണാനായി വായിക്കേണ്ട ഒന്നാണ്.
ഇത് ആധുനിക സമൂഹത്തിലെ ജനാധിപത്യത്തിന്റെ ആഴം അറിയാൻ ഉപകരിക്കുന്ന വിലപ്പെട്ട രേഖയാണെന്നും ഓരോ വായനക്കാരനും ജാതിയും വർഗവും ഭിന്നതയുമില്ലാതെ ഒരുപോലെ തങ്ങൾക്ക് അവകാശങ്ങൾ ഉറപ്പുവരുത്തേണ്ടതിന്റെ ആവശ്യകതയും തിരിച്ചറിയേണ്ടതുണ്ടെന്നും ഈ പുസ്തകത്തിലൂടെ മനസ്സിലാകുന്നു. CK ജാനുവിന്റെ ആത്മകഥയായ അടിമമക്ക എന്ന പുസ്തകത്തിൽ ജാനുവിന്റെ ജീവിതം മാത്രമല്ല, ആജീവനാന്തം അവൾ അനുഭവിച്ച സ്ത്രീജനതയുടെ ചൂഷണങ്ങളും പ്രതിരോധവും ആഴത്തിൽ പ്രതിഫലിക്കുന്നുണ്ട്. ഈ കൃതിയിലൂടെ ജാനു സ്ത്രീ എന്ന നിലയിൽ അനുഭവിച്ച സാമൂഹിക, മാനസിക, ശാരീരിക അതിക്രമങ്ങളെയും അതിനെതിരെയുള്ള അവളുടെ ബോധപൂർവമായ പ്രതികരണങ്ങളെയും തുറന്ന് പറയുന്നു. കുടുംബത്തിലും സമൂഹത്തിലും സ്ത്രീകളെ രണ്ടാം പൗരന്മാരായി പരിഗണിക്കപ്പെടുന്നു എന്നത് പല ഭാഗങ്ങളിലായി ഈ പുസ്തകത്തിൽ കാണാം. സ്ത്രീകൾക്ക് സ്വന്തം അഭിപ്രായം പ്രകടിപ്പിക്കാനുള്ള അവകാശം പോലും ഇല്ലാത്ത അവസ്ഥയെ വ്യക്തതയോടെ ഈ പുസ്തകത്തിൽ കാണാൻ കഴിയുന്നു. പെൺകുട്ടികളെ വളർത്തുന്നത് ഉപയോഗിക്കാൻ വേണ്ടി മാത്രമാണ്, അവൾക്ക് സ്വയം ചിന്തിക്കാനും പറയാനും കഴിയരുത് എന്നാണ് പറയുന്നത്. ഇത്രയും ശക്തമായ ഭാഷയിലൂടെ സ്ത്രീകളുടെ നിസ്സഹായാവസ്ഥ ജാനു പറയുന്നു. ജാനു സ്ത്രീ എന്ന നിലയിൽ ജീവിതത്തിൽ പ്രത്യക്ഷമായും പരോക്ഷമായും നേരിട്ട എല്ലാ അവഗണനകളോടും തുറന്നടിച്ച നിലപാടാണ് സ്വീകരിച്ചത്. അധികാര ഘടകങ്ങൾ പലപ്പോഴും സ്ത്രീയെ മാത്രമല്ല, സ്ത്രീയുടെ ശബ്ദത്തെയും പ്രവർത്തനത്തെയും അടിച്ചമർത്തി നീക്കം ചെയ്യാൻ ശ്രമിച്ചു. എന്നാൽ ജാനു തൻ്റെ ആത്മകഥയിലൂടെ ആ ശബ്ദം ശക്തമായി ഉയർത്തുന്നു. ഒരു സ്ത്രീയുടെ ശബ്ദം ചിലപ്പോൾ കാതുകളെ പിടിച്ചു കൊല്ലുന്ന കൂവൽ പോലെയാകാം, പക്ഷേ അതിലുള്ളത് ദുഃഖമല്ല, കരുത്താണ്. സ്ത്രീകൾക്കും അവരുടെ അവകാശങ്ങൾക്കുമായി പോരാടിയ ജാനു ഭവന രഹിതത്വം, വിദ്യാഭ്യാസം, ആരോഗ്യ പരിരക്ഷ തുടങ്ങിയവയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രതിബന്ധങ്ങൾ വിശദമായി രേഖപ്പെടുത്തി. സ്ത്രീകളെ നേതാക്കളാക്കേണ്ടതിൻ്റെ ആവശ്യകതയും അവരുടെ ശബ്ദം സമൂഹത്തിൽ നിർണായകമാക്കേണ്ടതിൻ്റെ നിർബന്ധിതത്വവുമാണ് ജാനുവിൻ്റെ ആവിഷ്കാരം. ജാനുവിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ സ്ത്രീ എന്ന നിലയിൽ അവളെ അപകീർത്തിപ്പെടുത്താൻ പ്രധാന മാധ്യമങ്ങൾ ശ്രമിച്ചതായി അവൾ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ജാതിയും ലിംഗവും പറഞ്ഞ് അവളെ നിഷേധിക്കേണ്ട വ്യക്തിയായി ഒരു സമൂഹം കണക്കാക്കിയ രീതികൾ ജാനു തുറന്നു പറയുന്നു. അടിമമക്ക എന്ന ആത്മകഥയിൽ ഭാഷയ്ക്ക് വളരെ വലിയ പ്രാധാന്യമുണ്ട്. കാരണം ഈ കൃതിയുടെ ഭാവവും ശക്തിയും ആഴവും അതിൻ്റെ ഭാഷയിലൂടെയാണ് വെളിപ്പെടുത്തുന്നത്. CK ജാനു എഴുതിയ ഈ കൃതി ആദിവാസി ജീവിതം, അവരുടെ അനുഭവങ്ങൾ, ചിന്തകൾ, വികാരങ്ങൾ എന്നിവയെ ഒരു അനുഭവ ധാരയായി അവതരിപ്പിക്കുന്നുണ്ട്. അതിനാൽ ഭാഷയ്ക്ക് അതീവ പ്രാധാന്യമുണ്ട്. ഈ കൃതിയിൽ ഉപയോഗിക്കുന്ന ഭാഷ ലാളിത്യമുള്ളതും നേരായതുമാണ്. സംവേദനാത്മകമായ ഭാഷയല്ല, പകരം കൃത്യതയുള്ള നേരായ ഭാഷയാണ്. അത് കഷ്ടതയും ആക്രോശവും പ്രകടിപ്പിക്കുന്നു. ഉദാഹരണത്തിന്, താൻ അനുഭവിച്ച അമാനുഷികതയെ മനോഹരമായ ഭാഷയിലല്ലാതെ കറുപ്പിൻ്റെ തിളക്കം പോലെ നേരിട്ട് പറയുന്നു. ആത്മകഥയാണെങ്കിലും ജാനു തൻ്റെ അനുഭവങ്ങളെ സാമൂഹികമായ സമസ്യകളുമായി ബന്ധപ്പെടുത്തുന്നു. ഭാഷ വഴി അത്രമേൽ വ്യക്തമായൊരു രാഷ്ട്രീയവും സാമൂഹികമായ സന്ദേശവും ഇതിലൂടെ നൽകുന്നു. മലയാളത്തിലെ പല സാഹിത്യകൃതികളിലും ഇല്ലാത്ത രീതിയിൽ ആദിവാസികൾ സംസാരിക്കുന്ന ഭാഷയുടെ സ്വഭാവം ചെറിയ തോതിൽ പോലും ഈ കൃതിയിൽ പ്രതിഫലിക്കുന്നു. ഭാഷ ഒരു ആശയപരമായ വിപ്ലവമായി മാറുന്നു. ഞങ്ങൾ ആരാണ് എന്ന സമൂഹത്തോട് ചോദിക്കുന്ന രീതിയിൽ. ജാനുവിൻ്റെ ഭാഷ ചിലപ്പോൾ നിർവ്യാജവും ക്ഷമയില്ലാത്തതുമാണ്. ചുരുക്കി പറഞ്ഞാൽ അവളുടെ ജീവിതം പോലെയാണ് അതിൻ്റെ ഭാഷയും. കട്ടിയുള്ളത്, നിസാരമല്ലാത്തത്, തല താഴ്ത്താത്തത്. സാഹിത്യപരമായ അലങ്കാരങ്ങളും പ്രകൃതി വർണ്ണനങ്ങളും ഈ കൃതിയിൽ അപൂർവമാണ്. പകരം വെളിപാടിൻ്റെ ആധികാരികതയ്ക്ക് ഏറെ പ്രാധാന്യമുള്ള ഭാഷയാണ് ഉപയോഗിക്കുന്നത്. സാഹിത്യത്തിൽ പലപ്പോഴും വായനക്കാരൻ ഒരു നിരീക്ഷകനായി മാറുന്നു. പക്ഷേ അടിമമക്കയുടെ ഭാഷ വായനക്കാരനെ ഒരു കൂട്ടുകാരനാക്കുന്നു, ഒരേ പക്ഷത്ത് നിലകൊള്ളുന്നവനാക്കുന്നു. അതിനാൽ ഈ കൃതി ഭാഷാപ്രേരകമാണ്, ഉണർത്തുന്നതാണ്, ആവേശജനകമാണ്, വായനക്കാരനുമായി നേരായ ബന്ധം പുലർത്തുന്നവയുമാണ്. അടിമമക്ക എന്ന കൃതിയിലെ ഭാഷ ആചാരപരമായ മലയാളമല്ല. അതിനൊപ്പം അതിൻ്റെ ശക്തി അവകാശപ്പെട്ട ഭാഷയിലൂടെ അവഗണിക്കപ്പെട്ടവരുടെ ആത്മാവായ ഭാഷ. ഇത് മലയാള സാഹിത്യത്തിലെ സാമൂഹിക പ്രതികരണത്തിൻ്റെ ഒരു വഴിത്തിരിവായ ഭാഷാ പ്രയോഗമാണെന്നും പറയാം. നോക്കൂ, ഞങ്ങൾ മനുഷ്യരല്ലേ? ഈ ഒരൊറ്റ ചോദ്യം കൊണ്ട് തന്നെ ജാനു സമൂഹത്തോട് നീണ്ട ചോദ്യങ്ങൾ ഉന്നയിക്കുന്നു. ഇത് ഒരു സാധാരണ ചോദ്യമാകാതെ ദഹിപ്പിക്കാൻ കഴിയാത്ത അനീതിയെയും അപമാനത്തെയും പ്രതിനിധീകരിക്കുന്നു. ഭാഷയുടെ ലാളിത്യത്തിൽ നിന്ന് ഉയരുന്ന ശക്തമായ പൊതുവ്യാഖ്യാനം. ഇനി നമുക്ക് വായനക്കാരൻ്റെ മനസ്സിൽ തളച്ചു കയറുന്ന വാക്കുകളിലൂടെ പോയാലോ? ഞങ്ങൾ ഒരിക്കലും കാട് വിട്ടിട്ടില്ല, കാടാണ് ഞങ്ങൾ. ജാനുവിൻ്റെ ഈ വാക്കുകൾ ആദിവാസികളുടെയും പ്രകൃതിയുടെയും തനിമ വ്യക്തമാക്കുന്നു. കാടാണ് ഞങ്ങൾ എന്നത് ഒരു രൂപകമായി മാത്രമല്ല, അവരുടെ സങ്കേതവും ജീവനാഡിയുമാണെന്ന് വ്യക്തമാക്കുന്ന സംഭാഷണാത്മക ശൈലി. ഭാഷയുടെ ആന്തരികവും പ്രതിരോധവും അഭിമാനവും ആത്മവിമർശനവുമാണ്. നമ്മളെ കാണുന്നില്ലെങ്കിലും നമ്മുടെ നിലവിളി കേൾക്കുന്നവരുണ്ടാവാം. സങ്കടവും പ്രതീക്ഷയും ഒരേ സമയം പങ്കുവയ്ക്കുന്ന ഈ വാക്കുകൾ ഒരു സമഗ്രമായ ജീവിതബോധത്തെ സൂചിപ്പിക്കുന്നു.
സമാനതകളില്ലാത്ത അദ്ഭുതഭരിതമായ എഴുത്ത് രീതിയിലാണ് ഇത് മൃദുവായിട്ടും ശക്തമായിട്ടും ജാനു എഴുതുന്നത്. ഞങ്ങളുടെ വേദനയെ സാഹിത്യം പറഞ്ഞിട്ടില്ല. വളരെ വ്യക്തമായ രീതിയിൽ ജാനു പറയുന്നത് മുഖ്യധാരയിലെ സാഹിത്യത്തിന് പുറത്താണ് അവരുടെ ജീവിതമെന്നാണ്. ഈ വാചകം സാങ്കേതികമായി നോക്കിയാൽ സാഹിത്യ വിമർശനമായി പ്രവർത്തിക്കുന്നു, ഭാഷയുടെ സാന്ദ്രതയോടെ. വ്യാകരണശുദ്ധിയല്ല, ജീവിതത്തിൻ്റെ കഠിനതയാണ് പ്രധാനമായത്. ആഖ്യാന ശൈലി പലപ്പോഴും സംഭാഷണങ്ങളിലൂടെ മുന്നോട്ടു പോകുന്നു. ഇത് വായനക്കാരനെയും സംഭാഷണത്തിലെ പങ്കാളിയാക്കുന്നു. ജാനുവിൻ്റെ ഭാഷ വേദനയുടെ രേഖാകൃതി പോലെയാണ്. അതിൽ ഓരോ വരിയും പുഞ്ചിരിയല്ല, മുറിവാണ്. അടിമമക്ക എന്ന പുസ്തകം ജാനുവിൻ്റെ വ്യക്തിഗത ജീവിതത്തിൻ്റെ ചിത്രീകരണം മാത്രമല്ല, അതിലൂടെ ആദിവാസി സ്ത്രീകളുടെ ജീവിത സത്യങ്ങൾ സാമൂഹിക രാഷ്ട്രീയ നിലപാടിൽ തുറന്നു പറയുന്ന പ്രതിപക്ഷ ശബ്ദമാണ്. ജാനുവിൻ്റെ സ്ത്രീ ജനത കുറഞ്ഞതും ചൂഷണത്തിലകപ്പെട്ടതുമായ അവസ്ഥയിൽ നിന്ന് ഉയർന്ന് ആത്മബോധമുള്ള സമൂഹത്തെ ചോദ്യചിഹ്നമാക്കുന്ന മുന്നേറുന്ന സ്ത്രീയുടെ പ്രതീകമായി മാറുന്നു. ഈ ഭൂമി ഞങ്ങളുടേതല്ലെങ്കിൽ ആരുടേതാണ്? ഭൂമിയോടുള്ള ആദിവാസികളുടെ ആഴമുള്ള ബന്ധം, അവകാശങ്ങൾ ഇല്ലാതാക്കപ്പെടുന്നു. ഭരണഘടനാപരമായ അവകാശ ലംഘനത്തെ ചോദ്യം ചെയ്യുന്നു. ആദിവാസികൾക്ക് ശബ്ദമില്ലേ? മുഖ്യധാരാ സമൂഹവും ഭരണകൂടവും ആദിവാസികളെ ഭൂരഹിതരായി മാറ്റുന്നു. അവരുടെ അഭിപ്രായങ്ങൾ, ആവശ്യങ്ങൾ ഒറ്റപ്പെടുത്തുന്നു. ജീവിതത്തിൽ ഉത്തരമില്ലാത്ത ചോദ്യങ്ങളായി മാത്രം അവശേഷിക്കുന്ന നിരവധി ചോദ്യങ്ങൾ ഈ കൃതിയിൽ ഉടനീളം കാണാം. ഞങ്ങൾ ആരാണ്? മനുഷ്യരല്ലേ? മനുഷ്യാവകാശങ്ങൾ പോലും നിഷേധിക്കപ്പെടുന്ന ദയനീയ സ്ഥിതിയെ ഉയർത്തിക്കാണിക്കുന്നത് മൂന്നാം ലോക മനുഷ്യ നിലപാടായി കാണാം. സ്ത്രീ ആയതുകൊണ്ട് എത്രത്തോളം സഹിക്കണം? സ്ത്രീകളുടെ ഇരട്ട ചൂഷണത്തെക്കുറിച്ച് ചോദിക്കുന്നു. ആദിവാസി സമൂഹത്തിനുള്ളിലും പുറത്തും ലൈംഗിക ചൂഷണം, അപമാനം എന്നിവയ്ക്കെതിരെ വിരൽ ചൂണ്ടുന്നു. ഞങ്ങൾക്കായി നിയമം നിലനിൽക്കുന്നുണ്ടോ? ഭരണഘടനയും നിയമവും ആദിവാസികളുടെ ഊരുകളിലേക്ക് പ്രവർത്തിക്കുന്നില്ല. സുരക്ഷിതത്വവും ന്യായവും അഭാവം. വിദ്യാഭ്യാസം ആർക്കു വേണ്ടിയാണ്? അധ്യാപകരില്ല, സ്കൂളില്ല, സൗകര്യങ്ങളില്ല. ഈ അറിവിലേക്ക് പ്രവേശനം ഇല്ലാതെ ഈ സമൂഹം വെറുതെ വിട പറയുന്നു. നമ്മുടെ ജീവിതത്തിന് വില എത്ര? ആദിവാസികളുടെ മരണം, ഉപദ്രവം, ദുരിതം, കണക്കാക്കപ്പെടാത്ത ജീവിതങ്ങൾ. സമൂഹം അവയെ കണക്കാക്കിയിട്ടേയില്ല. നമുക്ക് വേണ്ടി നാം തന്നെ കുരിശിൽ കയറണോ? സമര നേതൃത്വം ഏറ്റെടുക്കേണ്ട സ്ഥിതിയെ സൂചിപ്പിക്കുന്നു. പോരാളിയായ സ്ത്രീയുടെ ആത്മവിമർശനമാണിത്. ഈ ആത്മകഥയിൽ അവളുടെ ജീവിതപാതയെ സ്വാധീനിച്ച നിരവധി വ്യക്തികളെയാണ് ജാനു ഓർമ്മിക്കുന്നത്. അവരുടെ കാഴ്ചപ്പാടുകളെയും സംവേദനങ്ങളെയും ആഴത്തിൽ രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. ഇവരിൽ ചിലർ അവരുടെ രാഷ്ട്രീയ സാമൂഹിക ബോധം വളർത്തിയവരും ചിലർ വ്യക്തിജീവിതത്തിലെ അഭയവുമായിരുന്നു. ജാനുവിൻ്റെ അമ്മ വളരെ കഠിനമായ സാഹചര്യങ്ങളിലും കുട്ടികളെ ഉയർത്തിപ്പിടിച്ചതിൻ്റെ പ്രതീകമായി വന്നിരിക്കുന്നു. അമ്മയിലൂടെ അവർക്ക് അടിമത്വത്തിൻ്റെ അറിവ്, ഭൂമിയോടുള്ള ബന്ധം, പ്രകൃതിയോടുള്ള സ്നേഹം എന്നിവ വളർന്നു. ജാതി മതഭേദങ്ങൾ ദുർബലമാക്കിയ ജീവിതം എങ്ങനെ കുടുംബത്തെ ബാധിച്ചുവെന്നും ജാനു ചൂണ്ടിക്കാണിക്കുന്നു. ജാനു സ്വയം പറഞ്ഞതുപോലെയാണ്, എൻ്റെ ജീവിതവും എൻ്റെ നേതൃത്വവുമെല്ലാം എൻ്റെ സമൂഹം എന്ന എൻ്റെ ഗുരുവിൻ്റെ പാഠങ്ങളിൽ നിന്നാണ്. ഈ സാമൂഹിക പാഠങ്ങൾ, അതായത് നിസാരമായതിലും മഹത്തായതിലേക്കുള്ള യാത്ര, സഹജീവി ബോധം, സമുദായ സ്നേഹം തുടങ്ങിയവയെ ജാനു ഗുരുവായി കാണുന്നു. അടിമമക്ക എന്ന CK ജാനുവിൻ്റെ ആത്മകഥാകൃതി ആധുനിക സമൂഹത്തോട് വളരെ ശക്തമായി സംവദിക്കുന്നതാണ്. ഇത് വെറും ഒരു വ്യക്തിയുടെ അനുഭവ കഥ മാത്രമല്ല, മറിച്ച് ഒരു അടിച്ചമർത്തപ്പെട്ട സമൂഹത്തിൻ്റെ ശബ്ദം, ഒരു വിധത്തിൽ സമൂഹത്തിനു മുന്നിലുള്ള ശക്തമായ ആക്ഷേപവും ആഹ്വാനവുമാണ്. ഭൂമി ഉടമസ്ഥാവകാശം, വനഭൂമി എന്നിവയുടെ പേരിൽ ആധുനിക നിയമവ്യവസ്ഥ ആദിവാസികളെ പുറത്താക്കുന്ന കാഴ്ച ഈ പുസ്തകം ശക്തമായി തുറന്നു കാണിക്കുന്നു. വികസനത്തിൻ്റെ പേരിൽ ആരൊക്കെ നഷ്ടപ്പെടുന്നു? ആരാണ് അതിൽ നേട്ടമുണ്ടാക്കുന്നത്? ആദിവാസികൾക്ക് രാഷ്ട്രീയത്തിൽ, വിദ്യാഭ്യാസത്തിൽ, മാധ്യമങ്ങളിൽ, നിയമത്തിൽ പോലും പ്രാതിനിധ്യം ഇല്ല. ആവശ്യങ്ങൾ ആരാണ് മുന്നിൽ വയ്ക്കുന്നത്? അവ സ്വയം പറയുമ്പോൾ എന്തുകൊണ്ട് അതിനെ അംഗീകരിക്കുന്നു? പ്രാതിനിധ്യത്തിൻ്റെ അഭാവത്തെ ചോദ്യം ചെയ്യുന്നു. അടിസ്ഥാന വർഗത്തിൻ്റെ ആവശ്യങ്ങൾ ആരാണ് പറഞ്ഞു വയ്ക്കുന്നത്? അവർ അവരുടെ പ്രശ്നങ്ങൾ പറയുമ്പോൾ എന്തുകൊണ്ടാണ് അവ സ്വീകരിക്കപ്പെടാതെ പോകുന്നത്? നിയമം എല്ലാവർക്കും തുല്യമായി പ്രാബല്യത്തിൽ വരാറുണ്ടോ എന്ന ചോദ്യം വായനക്കാരനെ ചിന്തിപ്പിക്കുന്നു. ഇതിലൂടെ ആധുനികതയുടെ ഇരട്ടമുഖങ്ങൾ പുറത്തു കൊണ്ടുവരുന്നു. ആദിവാസി, സ്ത്രീ, ദളിത് സമൂഹങ്ങൾക്ക് ലഭ്യമാവേണ്ട സാമൂഹിക നീതി ഇവിടെ നടപ്പിലാവുന്നില്ലെന്ന് ഇവർ തുറന്നെഴുതുന്നു. വികസന ധാർമ്മികത, വികസനം ആരെയെങ്കിലും തകർക്കാതെ സംഭവിക്കുമോ എന്ന വലിയ ചോദ്യവും ഉരുത്തിരിയുന്നു. ജാനുവിൻ്റെ ആത്മകഥയായ അടിമമക്ക എന്ന ഈ കൃതിയിൽ ജാനു തൻ്റെ ജീവിതത്തിലെ ഏറെ പ്രധാനപ്പെട്ട അനുഭവങ്ങളും ആത്മസംഘർഷങ്ങളും തുറന്നു പറയുന്നു. എന്നാൽ ഏതൊരു ആത്മകഥയും പോലെ അടിമമക്കയ്ക്കും അതിൻ്റെ പരിധികളും മൗനങ്ങളുമുണ്ട്. ചില കാര്യങ്ങൾ അവൾ സൂചിപ്പിച്ചെങ്കിലും പൂർണ്ണമായും തുറന്നു പറഞ്ഞില്ല. ചിലതെന്തേ പറഞ്ഞില്ല എന്ന് വായനക്കാരനെ ചിന്തിപ്പിക്കുന്നു. ചിലപ്പോൾ ആ മൗനം തന്നെയാണ് ജാനുവിൻ്റെ ഒരു രാഷ്ട്രീയ സ്ത്രീലോക പ്രഖ്യാപനം എന്നായിട്ടാണ് കൃതിയിൽ വായനക്കാർ കണക്കാക്കുന്നത് എന്നും പറയാം.
ഞങ്ങൾ നിലനിൽക്കുന്നു, നിലനിൽക്കുകയും ചെയ്യും. അടിമമക്ക ഒരു വ്യക്തിയുടെ കഥയല്ല, ഒരു കൃത്യമായ സാമൂഹിക ചരിത്രരേഖയാണ്. പ്രിയപ്പെട്ടവരെ, അതിൻ്റെ അവസാനം ഒരു നിലവിളിയായിരിക്കും. പക്ഷേ അതിലേക്കുള്ള യാത്ര വീരത്തിൻ്റെയും പ്രതീക്ഷയുടേതുമാണ്. ഈ പുസ്തകത്തിലുള്ള കാര്യമൊക്കെ നാം അറിയേണ്ടി അഞ്ചു. നിങ്ങ എന്താത്തലും ഈ പുസ്തകം വായിച്ചു നോക്കണം. അക്ഷരങ്ങളിൽ എൻ്റെ നാടിൻ്റെ അടുത്ത അധ്യായത്തിൽ ജൂലൈ 4 മലയാളത്തിന്റെ പുതുതലമുറ എഴുത്തുകാരിയായ ഷബ്ന മറിയത്തിന്റെ പിഗ്മെന്റ് എന്ന കൃതിയെ മാതൃഭൂമിയുടെ സീനിയർ കറസ്പോണ്ടന്റും എഴുത്തുകാരിയുമായ നീനു മോഹൻ അവതരിപ്പിക്കുന്നു. അക്ഷരങ്ങളിൽ എൻ്റെ നാട് 6ാമത് ഊഴം. വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി ലൈബ്രറി കൗൺസിലിന്റെ നേതൃത്വത്തിൽ റേഡിയോ മാറ്റുലിയുടെ സഹകരണത്തോടെ നാടിനെ അടയാളപ്പെടുത്തിയ കൃതികളെയും എഴുത്തുകാരെയും പരിചയപ്പെടുത്തുന്ന പരിപാടിയുടെ 6ാമത് ഊഴമാണിത്. എഴുത്തിനെ ജനകീയമാക്കിയ, വാക്കുകളിലൂടെ പുതുചരിത്രം രചിച്ച എഴുത്തുകാരും വായനയെ ജീവതാളമാക്കിയവരുമാണ് ഈ ഊഴത്തിൽ കൃതികളെ പരിചയപ്പെടുത്തുന്നത്. നിർവഹണം ഷാജൻ ജോസ്. നിർവഹണ സഹായം സുധീർ പി. കെ.